അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരു രീതിയിൽ പിച്ചും പേയുമാണ് സോഷ്യൽ മീഡിയയിൽ എഴുതി കൂട്ടുന്നത്. തന്നെ ഭയന്നാണ് ഇറാൻ ഇപ്പോൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളോട് മാപ്പിരന്നിരിക്കുന്നതെന്നും ഇറാൻ 1000 വർഷങ്ങൾക്കിടയിൽ ചരിത്രത്തിലാദ്യമായി മിഡിൽ ഈസ്റ്റിൽ ഒരു വലിയ പരാജിതനായി മാറിക്കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണെന്നും ഇറാൻ ഭരണാധികാരിയായിട്ടുള്ള ആയത്തുള്ള അലി ഖമനേയുടെ മകന് ഉണ്ടായിരിക്കുന്നതെന്നും ഇനി ഒരിക്കലും തങ്ങളെ ആക്രമിക്കില്ല എന്ന് ഇറാൻ ഉറപ്പുകൊടുത്തത് അമേരിക്കയുടെ ശക്തമായ ആക്രമണത്തിന്റെ ഭാഗമായിട്ടാണെന്നും അമേരിക്കയ്ക്ക് അതിന് അവർ നന്ദി പറഞ്ഞപ്പോൾ യു ആർ വെൽക്കം എന്ന് പറഞ്ഞു എന്നൊക്കെ അവകാശവാദവും പറഞ്ഞുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. എവിടെയും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ മിടുക്കനാണ് ഡൊണാൾഡ് ട്രംപ്. ഇല്ലാത്ത കാര്യങ്ങൾ ഊതിവീർപ്പിച്ച് തനിക്ക് നോബൽ സമ്മാനത്തിന് അർഹനാണ് എന്ന് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇറാൻ ശക്തമായ പ്രതിരോധമാണ് അമേരിക്കയുടെ നീക്കങ്ങൾക്കെതിരെ തീർത്തിരിക്കുന്നത്. ഒരു മര്യാദയുമില്ലാതെ ഇറാനിയൻ കപ്പൽ ആക്രമിച്ച് അതിലെ നിരപരാധികളായ മനുഷ്യരെ കൊന്നൊടുക്കുന്നതിനെ ഇന്റർനാഷണൽ ലോ പ്രകാരം അമേരിക്കയ്ക്ക് ശക്തമായ നടപടി നേരിടേണ്ടി വരും. ഇറാനിയൻ കപ്പൽ വലിയ രീതിയിൽ സുരക്ഷിതമാക്കുന്ന രീതിയിൽ ശ്രീലങ്ക ഇടപെട്ടു. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ ഒരുമിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത് ഇറാൻ അവർക്കെതിരെ ശത്രുത പ്രഖ്യാപിച്ചുകൊണ്ടല്ല, മറിച്ച് പല രാജ്യങ്ങളിലുമുള്ള അമേരിക്കയുടെ എയർബേസുകൾ തകർക്കാനാണ് ഇറാൻ കൃത്യമായി ശ്രമിച്ചത്. അത് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം അമേരിക്കയുടെ ആഗ്രഹം ഇറാൻ കീഴടങ്ങണം, ഇറാൻ അവരുമായി ഒരു ഡീലിലേക്ക് എത്തണം. ഇറാൻ കഴിഞ്ഞ കുറേ നാളുകളായി ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറ്റോമിക് എനർജിയുമായി ഒരു രീതിയിലും കൂടിയാലോചനകളില്ലാതെ അവരുടെ നിയമങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് നീങ്ങുകയാണ് എന്ന് മനസ്സിലാക്കി അമേരിക്ക ഒരു കടന്നുകൈ പ്രയോഗം നടത്താൻ ശ്രമിക്കുകയാണ്. ആയത്തുള്ള അലി ഖമനയെ വീഴ്ത്തിയാൽ തല പോയാൽ പിന്നെ വാലാടില്ല എന്ന സിദ്ധാന്തം ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപ് ആക്രമണം തുടങ്ങി. പക്ഷേ ഇറാന്റെ ചെറുത്തുനിൽപ്പും ഇറാന്റെ ഓരോ ദിവസവും നീണ്ടു നിൽക്കുന്ന ശക്തമായ തിരിച്ചടിയും ഇതിനോടകം തന്നെ അമേരിക്കയുടെ നഗരങ്ങൾ പലതും ചുട്ടുചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ പോലും നഷ്ടങ്ങളുണ്ടായിരിക്കുന്നു. അവർക്ക് പ്രതിദിനം യുദ്ധത്തിനാവശ്യമേറിയ ചിലവ് 7000 കോടിയാണെങ്കിൽ ഇപ്പോൾ അത് വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇറാനിയൻ കാഷ്വാലിറ്റി കൂടുമ്പോഴും അമേരിക്കയ്ക്ക് ചങ്കെടുപ്പ് വലിയ തോതിലാണ്. കാരണം ഈ യുദ്ധം അനന്തമായി നീണ്ടുപോയാൽ ഇറാൻ അതിന് മുതിർന്നാൽ അമേരിക്കയ്ക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. റെജീം ചേഞ്ച് എന്ന് പറയുന്നത് ഇറാനിനല്ല, മറിച്ച് അമേരിക്കയിലായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഈ അവകാശവാദങ്ങളുമായി ട്രംപ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്.